ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുറേ പേര് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന്റെ ആ ഒരു ഹെൽത്ത് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന, ഏത് ക്രീം യൂസ് ചെയ്യണം എന്ന്, അതായത് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് എൻക്വയറി ചെയ്തപ്പോൾ ഉള്ള എനിക്കൊരു റിപ്ലൈ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പലപ്പോഴും പറയാറുണ്ട് ഏത് ക്രീമാണെന്ന് ഞാൻ പറയുന്നില്ല, ചില പറഞ്ഞ ആൾക്കാർക്ക് അറിയാം. അതായത് ചില ക്രീമുകളൊക്കെ യൂസ് ചെയ്തിട്ട് തരിതരി പോലെയുള്ള കുരുക്കള്, ബ്ലാക്ക് ഹെഡ്സ്, അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്ത് ക്രീം യൂസ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള ഒരു റിപ്ലൈ പോലെ ഉള്ളൊരു വീഡിയോ കാര്യമാണ്. നമ്മൾ ആദ്യമേ അതിനുവേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് മഞ്ചിഷ്ട ക്രീമാണ്. അപ്പോൾ മഞ്ചിഷ്ട ക്രീം എന്ന് പറയുന്നത് എല്ലാവരും ബ്രൈറ്റനിങ് എന്നുള്ള അല്ലെങ്കിൽ വൈറ്റനിങ് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കുരുക്കളുള്ള ആൾക്കാർ പോലും ചോദിക്കുന്നത് എനിക്ക് സ്കിൻ ബ്രൈറ്റ് ആക്കാനായിട്ട് എന്താണെന്നുള്ളത്. നമ്മൾ അങ്ങനെ പോകുന്നതായിരിക്കും നമ്മുടെ സ്കിന്നിന് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്കിന്നിന്റെ ആ ഒരു ഇഷ്യൂസ് അല്ലെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ബാക്കി ഒരു ബ്രൈറ്റനിങ് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് ക്രീം എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, നമ്മൾ ഈ ഒരു സ്കിന്നിന്റെ പ്രശ്നങ്ങൾ അങ്ങ് സോൾവ് ചെയ്യാനായിട്ടാണ് ആദ്യമേ നോക്കേണ്ടത്. ആദ്യമേ തന്നെ വൈറ്റനിങ്ങിലേക്ക് വേണം എന്നുള്ള ആ ഒരു കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. ഫസ്റ്റ് നമ്മുടെ സ്കിന്നിൻ്റെ സൈഡ് എഫക്ട്സ് മാറ്റിയെടുക്കണം. അങ്ങനെ സൈഡ് എഫക്ട്സ് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യേണ്ടത് മഞ്ചിഷ്ട ക്രീം തന്നെയാണ്. അത് നമുക്ക് സ്ഥിരമായിട്ട് രാത്രി യൂസ് ചെയ്യുക. അതിൻ്റെ കൂടെ ഉപ്റ്റൻ പൗഡർ യൂസ് ചെയ്യണം. അതൊരു ഫേസ് പാക്കാണ് കേട്ടോ. സ്കിന്നിന് ബ്രൈറ്റനിങ് നന്നായിട്ട് ഉണ്ടാവാനും സ്കിന്നിലുള്ള ആ ഒരു പ്രശ്നങ്ങളെയൊക്കെ സോൾവ് ചെയ്യാനൊക്കെ നല്ലതാണ് ഉപ്റ്റൻ പൗഡർ എന്ന് പറയുന്നത്. പ്ലസ് ഫേസിലെ ഹെയർസ്, രോമം വളരുന്ന ഒരു പ്രശ്നം പല ഗേൾസിന് ഉണ്ടാവും അല്ലേ, ഫേഷ്യൽ ഹെയർസിൻ്റെ പ്രശ്നം. അപ്പോൾ അതിനെ ആ വളർച്ച കുറയ്ക്കാനൊക്കെ ഈ ഒരു ഉപ്റ്റൻ പൗഡർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപ്റ്റൻ പൗഡർ യൂസ് ചെയ്യുന്നത്. പ്ലസ് അതിൻ്റെ കൂടെ ഡെയിലി നൈറ്റ് മഞ്ചിഷ്ട ക്രീം യൂസ് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള ഫേസ് വാഷോ കടലമാവോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇത് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മുടെ തന്നെ ഫേസ് വാഷ് ഉണ്ട്, ചാർക്കോളിൻ്റെ ഫേസ് വാഷ് അല്ലെങ്കിൽ വിറ്റാമിൻ സി ഫേസ് വാഷ് ഉണ്ട് കേട്ടോ. ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അല്ലെങ്കിൽ കടലമാവ്, പയറോട് എന്ത് വേണമെങ്കിലും നമുക്ക് തന്നെ ഫേസ് വാഷ് പൗഡർ നമുക്ക് തന്നെ ഉണ്ടാക്കി അത് തന്നെ യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് നമ്മുടെ സ്കിൻ കെയർ ചെയ്യാവുന്നതാണ്. അല്ലാതെ ഒരു സൈഡ് എഫക്ട്സ് വന്നു അപ്പം തന്നെ അത് മാറ്റാതെ ആ ഒരു സ്കിന്നിൻ്റെ ഇഷ്യൂ എന്താണോ ആ ഒരു ഇഷ്യൂവിനെ സോൾവ് ചെയ്യാതെ ഉടനെ തന്നെ അടുത്ത ഒരു വൈറ്റനിങ് ക്രീമിലേക്ക് കടക്കരുത്. അങ്ങനെ പോകുമ്പോഴാണ് ചിലപ്പോൾ പ്രശ്നങ്ങൾ കൂടി വരും. ചിലവർക്ക് തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം കിട്ടുമായിരിക്കാം, പക്ഷെ വീണ്ടും അത് വരുമോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ സ്കിന്നിന് ആ ഒരു സമയത്തുള്ള ആ ഒരു പ്രശ്നങ്ങളെ അങ്ങ് നന്നായിട്ട് സോൾവ് ചെയ്ത് പോകാനാണ് വേണ്ടത്. അപ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു വൈറ്റനിങ് ചിലപ്പം ആ ഒരു സമയത്ത് കിട്ടിയില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവാം. പക്ഷേ നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്ത് അല്ലേ മെയിനായിട്ടുള്ള കാര്യം. ആ കുരുക്കൾ മാറുക, റിങ്കിൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക എന്നുള്ള കാര്യത്തിന് ഇമ്പോർട്ടൻസ് നൽകി ആ ഒരു സമയത്ത് സ്കിന്നിന് കെയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ റെഡിയാകും. അപ്പോൾ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. ഇത് നമുക്ക് വാട്സപ്പിൽ മിക്കവാറും വരുന്നൊരു ഡൗട്ടാണ്. അതായത് ഇങ്ങനെ ഒരു സൈഡ് എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, വൈറ്റനിങ് ക്രീം, അവക്കഡോ ക്രീമൊക്കെ യൂസ് ചെയ്തോട്ടെ എന്ന്. അപ്പോൾ ഞാൻ അവരോടൊക്കെ പറയുന്നത് ഫസ്റ്റ് ഈ ഒരു എഫക്റ്റുകളൊക്കെ ഒന്ന് മാറട്ടെ, എന്നിട്ട് അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ഇഷ്യൂസ് ഒന്ന് മാറട്ടെ, എന്നിട്ട് നമുക്കതിന് ശേഷം അടുത്ത ഒരു ക്രീമിലേക്ക് പോയാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ മഞ്ചിഷ്ട ക്രീം ഒരു 6 മണി തൊട്ട് 10 മണി വരെ യൂസ് ചെയ്തിട്ട് പിന്നീട് അവക്കഡോ ക്രീം യൂസ് ചെയ്യാം കേട്ടോ. അതിന് അടിപൊളി റിസൾട്ടായിരിക്കും അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒന്ന് സ്കിൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നോക്കുക. പിന്നെ ഉറപ്പായിട്ടും സൺസ്ക്രീൻ മസ്റ്റാണ് കേട്ടോ. ചിലവർക്ക് 50 SPF പറ്റാത്തവർക്ക് 40+ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനൊക്കെ പലപ്പോഴും 40 യൂസ് ചെയ്യുന്നത്. 50 ഇടുമ്പം ചിലപ്പം ഭയങ്കരമായിട്ടൊരു ഡൾനെസ് ഒക്കെ വരാറുണ്ട്. അത് നിങ്ങളുടെ സ്കിന്നിൻ്റെ ആ ഒരു രീതിയൊക്കെ നോക്കി അങ്ങ് യൂസ് ചെയ്താൽ മതി. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് വേറൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.